ചേർത്തലയിലെ കൊലപാതക പരമ്പരയുടെ ഓരോ കാര്യങ്ങളും പുറത്തു വരുമ്പോൾ ഞെട്ടലോടെയാണ് മലയാളികൾ അതിനെ നോക്കിക്കാണുന്നത്. 2006-നും 2025-നും ഇടയിൽ ചേർത്തലയിൽ നിന്ന് കാണാതായ മധ്യവയസ്കരായ 4 സ്ത്രീകളിൽ 3 പേരുടെ തിരോധാനം വിരൽ ചൂണ്ടുന്നത് സെബാസ്റ്റ്യൻ എന്ന 68-കാരനിലേക്കാണ്. തെളിവുകൾ ബാക്കി വെക്കാതെ അതിവിദഗ്ധമായി സ്ത്രീകളെ കൊലപ്പെടുത്തുകയും സ്വത്ത് തട്ടിയെടുക്കുകയുമായിരുന്നു സെബാസ്റ്റ്യൻ ചെയ്തതെന്നാണ് കരുതുന്നത്. സെബാസ്റ്റ്യന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ തെളിവെടുപ്പിൽ അസ്ഥികഷ്ണങ്ങളും മറ്റ് തെളിവുകളും ലഭിച്ചതോടെ ചേർത്തല സ്വദേശികളായ ബിന്ദു പത്മനാഭൻ, ഐഷ, കോട്ടയം അതിരമ്പുഴ സ്വദേശിയായ ജൈനമ്മ എന്നിവരെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയെന്ന സംശയം ബലപ്പെടുകയാണ്. നിലവിൽ ജൈനമ്മയുടെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് സെബാസ്റ്റ്യൻ അന്വേഷണ സംഘത്തോട് സമ്മതിച്ചിരിക്കുന്നതെങ്കിലും മറ്റു ചില കേസുകളിലേക്ക് കൂടി വെളിച്ചം വീശുന്നതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന തെളിവുകളെന്നാണ് സൂചന. കൂടുതൽ സ്ത്രീകൾ ഇയാളുടെ ഇരകളായിട്ടുണ്ടോ എന്നും ഇപ്പോൾ പോലീസ് സംശയിക്കുന്നുണ്ട്. 2024 ഡിസംബറിൽ കാണാതായ ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മയ്ക്കായുള്ള അന്വേഷണമാണ് സെബാസ്റ്റ്യനിൽ എത്തിയത്. ഇവരുമായി സെബാസ്റ്റ്യന് ബന്ധമുണ്ട് എന്നതിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് ചോദ്യം ചെയ്യുകയായിരുന്നു. ഇതോടെയാണ് ജൈനമ്മ കൊല്ലപ്പെട്ടതായുള്ള സൂചനകൾ പോലീസിന് ലഭിക്കുന്നത്. തുടർന്ന് പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ ചെങ്ങുംതറ വീട്ടിൽ അന്വേഷണ സംഘം പരിശോധന നടത്തുകയായിരുന്നു. പരിശോധനയിൽ ഇവിടെ നിന്ന് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഇതിന് പിന്നാലെയാണ് മറ്റ് തിരോധാന കേസുകളും അന്വേഷണ സംഘം വീണ്ടും ചികഞ്ഞു തുടങ്ങിയത്. ജൈനമ്മയെ കൊലപ്പെടുത്തിയ ശേഷം ആഭരണങ്ങൾ കൈക്കലാക്കുകയായിരുന്നുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്നും കണ്ടെത്തിയ കത്തിക്കരിഞ്ഞ ശരീരാവശിഷ്ടങ്ങൾ ജൈനമ്മയുടേതായിരുന്നുവെന്നാണ് കോട്ടയം ക്രൈംബ്രാഞ്ചിന് ആദ്യമുണ്ടായിരുന്ന നിഗമനം. തലയോട്ടിയുടെയും തുടയെല്ലിന്റെയും ഭാഗങ്ങളാണ് നിലവിൽ കണ്ടെത്തിയത്. ലഭിച്ച തലയോട്ടിയുടെയും തുടയെല്ലിന്റെയും പ്രാഥമിക പരിശോധനയിൽ മരിച്ചത് ജൈനമ്മയാണെന്ന് ഉറപ്പിക്കാനാകില്ലെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. എല്ലുകളുടെ പഴക്കവും തലയോട്ടിയോടൊപ്പം കിട്ടിയ കമ്പയിട്ട പല്ലുമാണ് സംശയങ്ങൾക്കിടയാക്കിയത്. ജൈനമ്മയ്ക്ക് അത്തരത്തിൽ പല്ലുകളില്ലെന്ന് ബന്ധുക്കൾ ഉറപ്പിക്കുകയും ഐഷയ്ക്ക് ഒരു വെപ്പുപല്ലുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. കാണാതായ ബിന്ദു പത്മനാഭനും പല്ലിൽ ക്യാപ്പ് ഇട്ടിരുന്നതായി സൂചന ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട്. ജൈനമ്മയ്ക്ക് പുറമെ ബിന്ദു പത്മനാഭനും ഐഷയും കൊല ചെയ്യപ്പെട്ടിരിക്കാമെന്നാണ് ഇപ്പോഴത്തെ നിഗമനം. ഇവരുമായി ബന്ധപ്പെട്ടും DNA പരിശോധനയ്ക്കുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇതേ വീട്ടുവളപ്പിൽ ഇനിയും അവശിഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം എത്തിയത്. ഇതോടെയാണ് കാണാതായ ചേർത്തല സ്വദേശികളായ ബിന്ദു പത്മനാഭൻ, ഐഷ, സിന്ധു എന്നിവരുടെ തിരോധാനത്തിൽ സെബാസ്റ്റ്യന് ബന്ധമുള്ളതായുള്ള സംശയം പോലീസിനുണ്ടായത്. സ്ത്രീകളെ വശീകരിച്ച് സ്വത്തും പണവും കൈക്കലാക്കി കൊലപ്പെടുത്തുകയാണ് സെബാസ്റ്റ്യന്റെ രീതിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത്. മാന്യനായ വ്യക്തിയായാണ് നാട്ടിൽ സെബാസ്റ്റ്യൻ അറിയപ്പെട്ടിരുന്നത്. സൗഹൃദ കൂട്ടത്തിനിടയിലും നാട്ടിലും അമ്മാവൻ എന്നായിരുന്നു സെബാസ്റ്റ്യൻ അറിയപ്പെട്ടിരുന്നത്. വസ്തു ഇടപാടുകളും ഇടനിലയുമൊക്കെയായിരുന്നു സെബാസ്റ്റ്യന്റെ തൊഴിലുകൾ. ഇതിന്റെ ഭാഗമായാണ് ഇയാൾ സ്ത്രീകളെ ബന്ധപ്പെട്ടിരുന്നതെന്നാണ് സൂചന.